Hi guys, welcome to my channel THONYASAM. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ പോകുന്നത് ഒരു കേക്കിന്റെ റെസിപ്പി കൊണ്ടാണ് വന്നിരിക്കുന്നത്. കേക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ ഒരുപാട് പേരെ ചിന്താഗതി ഉണ്ടെന്ന് വെച്ചാൽ കേക്ക് ഉണ്ടാക്കാൻ വളരെ പാടാണ്. പക്ഷെ നമ്മുടെ ഇതിൽ കേക്ക് ഉണ്ടാക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വേറെ ഒന്നുമല്ല, എല്ലാത്തിന്റെയും അളവ് സെയിം ആയിരിക്കണം എന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ശരിയായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കിഡിലിനായിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണുള്ളത്. അപ്പൊ ഞാനിത് ഉണ്ടാക്കിയ കേക്ക് ചെറുതായിട്ടൊരു പാളിച്ച് വന്നിട്ടുണ്ട്. വേറൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വേവ് കൂടിപ്പോയിട്ടോ. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ വീഡിയോ മുമ്പ് ഞാനൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കേക്ക് ഉണ്ടാക്കിയപ്പോൾ അത് സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. നല്ല സ്പോഞ്ചി ആയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ക്രീം വെച്ചിട്ടല്ലേ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് ക്രീം വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത്. പക്ഷെ അതിന് ടൈം കൂടിപ്പോയി, ഞാൻ വെച്ച ടൈമിന് പ്രശ്നം പറ്റി. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് കേക്കിൽ പ്രധാനപ്പെട്ട വെച്ച് കഴിഞ്ഞാൽ ഒരു 40 മിനിറ്റ്സ് ഒക്കെ മതി നമുക്ക് കേക്ക് ഈ സിമ്മിലിട്ട് വേവിക്കാനായിട്ട്. പക്ഷെ എനിക്ക് വേറൊരു ഇത് വന്നപ്പോൾ അങ്ങനെ കുറച്ച് ലാഗിങ് ആയി പോയി, അങ്ങനെയാണ് കുറച്ച് വെന്ത് പോയി. പക്ഷെ കേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ കുറച്ച് വേവ് കൂടിക്കഴിഞ്ഞാൽ അറിയാലോ, അതിന് ആ സ്പോഞ്ചി ആയിട്ടുള്ള സംഭവം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ഇതുണ്ടാവില്ല. അപ്പൊ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു കിഡിലൻ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞാൻ എന്റെ ചെറുതായിട്ട് മാളിപ്പോയ കേക്കാട്ടോ. അപ്പൊ വലിയ സക്സസ്ഫുൾ ഒന്നും ആയില്ല. പക്ഷെ സക്സസ്ഫുൾ ആയത് ഞാൻ വീഡിയോ എടുത്തില്ല. പക്ഷെ ഇത് ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തതാ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടുന്നതാട്ടോ. അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പൊ അതിന് മുമ്പ് എന്റെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബിന്റെ അപ്പുറത്താണ് ബെല്ലൈക്കന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ കിടുക്കാച്ച വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ ആയിട്ട്. അപ്പൊ എന്റെ ചെറുതായിട്ട് പാളിപ്പോയ കേക്ക് എന്താ പറ്റിയതെന്നൊന്ന് കണ്ടാലോ? കാണാം. അപ്പം എൻ്റെ പാളിപ്പോയ കേക്കിൻ്റെ കഥയാണ് കേട്ടോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. വലിയ സെറ്റപ്പിൽ ഒരു ഗ്ലാസ് മൈദ എടുത്തു. ഞാൻ പറയട്ടെ, കേക്കിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ആകെ ഒരു വേവ് കൂടുതലുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു അരിപ്പ് എടുത്തു. അല്ലെങ്കിൽ വേവ് നോക്കുവാണെങ്കിൽ സൂപ്പർ കിട്ടിക്കാച്ച കേക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ 1 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത് നല്ലോണം അരിച്ചെടുക്കണം നമ്മ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച്, അതായത് ആ ഒരു ഫുള്ള് ഇട്ട് കഴിഞ്ഞ് പെട്ടെന്നൊന്നും അറിയില്ല അരിപ്പ. അപ്പോൾ ഞാൻ കുറച്ച് ഇട്ടിട്ടാണ് ഇങ്ങനെ അരിച്ചെടുത്തത്. 1 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ അളവ് വെക്കണം, എന്നാലാണ് അത് ശരിക്കും കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ 1/2 ടേബിൾ സ്പൂണും ഒരു 1/4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ കാല് മതി, ഇത്തിരിയോളം മതി, ഒരുപാടൊന്നും വേണ്ട, ബേക്കിംഗ് സോഡയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അപ്പോൾ ഇതിൻ്റെ കൂടെ ഇടുന്നത് വേറെ ഒന്നിനും കൊണ്ടല്ല, ഒന്നും കൂടി അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നും കൂടി അത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മൈദയുടെ കൂടെ ഇത് ഇട്ടിട്ട് നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ അരിക്കണത് വേറൊന്നും കൊണ്ടല്ല, എന്തിനാണ്, കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരുന്നു, പക്ഷെ വേവ് കൂടിപ്പോയി. അപ്പോൾ ആ ഒരു സ്പോഞ്ചി ആയിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി പോയി. ഇനി നമുക്ക് ആവശ്യമുള്ളത് മുട്ടയാണ്. അപ്പം ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 മുട്ടയാണ് എടുത്തേക്കുന്നത് കേട്ടോ. നമ്മളൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട തല്ലി പൊട്ടിച്ച് ഒഴിക്കുക. അപ്പോൾ ഞാൻ 2 മുട്ട കത്തിയോടെ തല്ലി പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. നല്ല വിഷമമുണ്ട് എനിക്ക്, കാരണം ഞാനിത് ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടാക്കി നോക്കിയതാണ് ഒരു പ്രാവശ്യം. അപ്പോൾ സക്സസ് ആയിട്ടുണ്ടായിരുന്നു. ബാക്കി കഥ പറയാം. അപ്പം ഞാൻ ഒരു ഗ്ലാസ്, ആ സെയിം ഗ്ലാസ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിൽ വേണം നമ്മൾ എല്ലാം. ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസിൻ്റെ അളവിൽ എല്ലാം ഒഴിക്കണം. ഞാനൊരു ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ഗ്ലാസ് ഓയിലാണ് കേട്ടോ. അപ്പോൾ ഇത് സൺഫ്ലവർ ഓയിലായിരിക്കും കുറച്ചും കൂടി നല്ലത്. നിങ്ങളുടെ വീട്ടിലെ ഓയിൽ വേറെ ഏതാണെന്ന് വെച്ചാൽ അതായാലും ആഡ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ 1 ഗ്ലാസ്സിൽ ഓയിലും ആ 1 ഗ്ലാസ്സിൽ സെയിം ഗ്ലാസ്സിൽ അത്രയും തന്നെ പഞ്ചസാരയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് നല്ലോണം മിക്സിയിലിട്ട് അടിക്കണം. അപ്പം ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഞാൻ കേക്ക് ഓൾറെഡി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം നമ്മൾ അടിച്ചെടുത്ത ആ ഒരു മിക്സ് നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് അരിച്ച് നല്ല സോഫ്റ്റാക്കി വെച്ചിരിക്കുന്ന മൈദ, മറ്റേ ബേക്കിംഗ് പൗഡറൊക്കെ ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ പെട്ടെന്നെല്ലാം മൊത്തത്തിലിടാണ്ട് കുറച്ചേശം ഇട്ട് കൊടുത്തിട്ട് വേണം അത് മിക്സ് ചെയ്യാനായിട്ട്. കാരണം ഈ മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് കട്ട പിടിക്കും. മൈദയ്ക്കുള്ള ഒരു പ്രശ്നമാണ് അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തിരീശം ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഡൈല്യൂട്ട് ആവണം. പക്ഷെ ഭയങ്കരമായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണ്ട, എന്നാലും ഒരുവിധം ഇതിൽ മിനിമത്തിൽ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ കേക്ക് ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ട് അത് പറഞ്ഞ് മുഴിപ്പിച്ചില്ല. കേക്ക് ഉണ്ടാക്കിയിട്ട് അത് സക്സസ് ആയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് വീണ്ടും ആ സെയിം റെസിപ്പി വെച്ചിട്ട് ഉണ്ടാക്കിയത്. പക്ഷേ മുമ്പ് ഉണ്ടാക്കിയത് നല്ല സ്പോഞ്ച് നല്ല രസമായിരുന്നു. പക്ഷെ ഇത് വേവ് കൂടിപ്പോയി. പക്ഷെ ഞാൻ അന്നാലും തളരില്ല രാമൻകുട്ടി എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാനിത് ഇടാന്ന് വിചാരിച്ചിട്ടാട്ടോ ഇടുന്നത്. അപ്പോൾ ഇത് സെയിം റെസിപ്പി തന്നെയാണ്. നിങ്ങൾ വേവിൻ്റെ ആ ഒരു ടൈമിൻ്റെ അത് മാത്രം പ്രശ്നമുള്ളൂ കേട്ടോ. എനിക്ക് അതിൻ്റെ ഇടയിൽ സ്ഥലം വരെ പോകേണ്ടി വന്നതാണ് പ്രശ്നം പറ്റിയത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആ പൊടി മൊത്തം ഇട്ടിട്ടുണ്ട്, നല്ലോണം ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ ഇതൊരു നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ആ ഒരു പരീക്ഷണം നിർത്തില്ല കേട്ടോ. കേക്ക് ഞാൻ ഉണ്ടാക്കിയിരിക്കും. ലാസ്റ്റ് ഞാൻ കിട്ടിക്കാച്ച് കേക്ക് ഉണ്ടാക്കുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ 2 ടൈപ്പ് കേക്കാണ് കേട്ടോ ഈ ഒരു കേക്ക് നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. ഒരെണ്ണം ചോക്ലേറ്റും ഒരെണ്ണം സാധാ കേക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സാധാ കേക്കിലേക്ക് നമ്മൾ ഇനി എന്താണ് ഒഴിച്ചു കൊടുക്കുന്നത്, വാനില എസൻസ് ആണ്. അപ്പോൾ അതിൻ്റെ അടപ്പില്ലേ, വാനില എസൻസിൻ്റെ അടപ്പിലാണ് ഞാൻ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ മതിയാവും, അത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് മിക്സ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രം വേണം. അപ്പോൾ പാത്രത്തിൽ നമുക്കറിയാം ഓയിൽ പേപ്പറൊക്കെ വേണം. അപ്പോൾ ഈ ഓയിൽ പേപ്പർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ടിപ്പ്. എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ബുക്കിൻ്റെ പേപ്പറാണ്, നമ്മൾ എഴുതാനൊക്കെ ഉപയോഗിക്കുന്ന ബുക്കിൻ്റെ പേപ്പറിൽ അങ്ങനത്തെ 2 പ്ലെയിൻ ആയിട്ടുള്ള 2 പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മുടെ വീട്ടിലുണ്ടാവില്ലേ ആ ഓയിൽ എടുത്തിട്ട് ഇതാണ് കേട്ടോ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന പാത്രം എന്ന് പറയുന്നത്. ഏത് പാത്രമായാലും കുഴപ്പമില്ല കേട്ടോ. ഏത് പാത്രം എടുക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇതേ കണ്ടില്ലേ പേപ്പറുമ്പോൾ ഞാൻ ഓയിൽ ഒന്ന് പരട്ടിയിട്ടുണ്ട്. ഓവറായിട്ട് പറ്റണ്ട, എന്നാലും ഒരുവിധം പറ്റുക. എന്നിട്ട് അതിങ്ങനെ വെച്ച് കൊടുത്ത് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഒട്ടിക്കോളും. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ പേപ്പറിന് പകരമാണ്. അപ്പോൾ ഓയിൽ പേപ്പർ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം കേക്ക് പെട്ടെന്ന് നമുക്ക് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. വിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഓവർ കുക്കായി പോയി. നല്ല വിഷമമുണ്ട്, കാരണം കുറേ നേരത്തിൻ്റെ പരിശ്രമമായിരുന്നു. എന്നാലും കുഴപ്പമില്ല. എന്നാലും നിങ്ങളൊന്ന് ലൈക്കൊക്കെ ചെയ്ത് വിട്ടേക്ക്, പാവല്ലേ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു അളിച്ചാറ്റിയത് വേറെ ഒന്നുമല്ല, ക്രീം വാങ്ങിയതാ. അതിന് ക്രീമിൻ്റെ സ്ഥലത്തുമ്പോൾ ഞാൻ പറയാവേ. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ അത് ഏകദേശം 2 പേപ്പർ മതി കേട്ടോ. ഒരു കേക്ക് നമുക്കൊരു 2 പേപ്പർ മതിയോ. നമ്മൾ ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. മിക്സ് ഇങ്ങനെ പതുക്കെ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനത് ആ മിക്സ് മൊത്തം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ചോക്ലേറ്റിനും സാധാ കേക്കുമാണ് ഉണ്ടാക്കുന്നത്, വാനില ഒഴിച്ചിട്ടുള്ള കേക്കുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ചോക്ലേറ്റ് ആഡ് ചെയ്യുന്ന കൊക്കോ പൗഡറൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അതായത് 2 ലെയർ കളറിൽ, അതായത് 2 ലെയർ ഇത് വരാൻ വേണ്ടിയിട്ടാണ് 2 ലെയർ കളറിൽ ഉണ്ടാക്കുന്നത്, ടേസ്റ്റിൽ ഉണ്ടാക്കുന്നത്. പക്ഷെ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ മുമ്പ് ഉണ്ടാക്കിയത് ചോക്ലേറ്റിൻ്റെ മാത്രം കേക്കായിരുന്നു, ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ റിസ്ക് ഒക്കെ എടുത്തത്. പക്ഷെ എന്നാലും സാരല്ലേ പോട്ടെ. അപ്പം ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ എന്തെങ്കിലും സംഭവം, ഇപ്പം നിങ്ങളിൽ ഈ ഒരു റിങ് ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് വീട്ടിൽ ചെറിയൊരു സ്റ്റീൽ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതി. അത് കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെയ്ത് നോക്കി സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇനി നമ്മൾ ഇപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ മറക്കരുത് മുകളിലത്തെ വിസിൽ ഊരി വെക്കാനായിട്ട്. അപ്പോൾ നമ്മളത് ഓൾറെഡി അതിൽ വെച്ചിട്ടുണ്ട്, ഞാനത് വെച്ചത് എടുക്കാൻ മറന്നുപോയതാണ് കേട്ടോ. അപ്പം ഇനി ഞാൻ പറഞ്ഞ പോലെ ചോക്ലേറ്റിൻ്റെ കേക്ക്, അപ്പം ഞാൻ മറ്റേ മുമ്പത്തെ റെസിപ്പി കാണിക്കാത്ത സെയിം സംഭവം തന്നെയാണ്. മൈദ, മുട്ട സെയിം അതിലേക്ക് ആ ഒരു ബാറ്ററിയിലേക്ക് വീണ്ടും നമ്മൾ ആ ബാറ്ററി ഉണ്ടാക്കണം. അതിലേക്ക് നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ. നമുക്ക് വലിയ കേക്കൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഹാഫ് എടുത്തിട്ടായാലും ഉണ്ടാക്കാം. പക്ഷേ കുറച്ച് നമുക്കൊരു വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 2 ട്രിപ്പിലായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മളിവിടെ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, അത് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പാളിപ്പോയ കേക്കിന് എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ചേച്ചി പറയണേ എന്നൊക്കെ അല്ലേ, അത് ഞാൻ പറയും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് കോഫി പൗഡർ ഇല്ലേ, ബ്രൂ ഇല്ലേ, അതിനാണ് കുറച്ചുകൂടി കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് അത് ഒഴിച്ചെടുത്തത്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് കുറച്ചും കൂടി അത് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പം പൊടികളിട്ട് കാരണം കുറച്ചും കൂടി കട്ടിയാവില്ലേ, അപ്പോൾ കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പാൽ ഒഴിച്ച് കൊടുത്തത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് ഉണ്ടാക്കി ശരിയാവും. പക്ഷെ ഇത് ഉണ്ടാക്കി ശരിയാവും. അത് നിങ്ങൾ ടൈം നോക്കിയാൽ മതി, ഒരു 45 മിനിറ്റ്സ് വെച്ചാൽ മതി, കറക്റ്റ് സൂപ്പറായിട്ടുള്ള കേക്ക് കിട്ടും. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സിന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേക്കിൻ്റെ വേവ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ
വലിയ രസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ രസം എന്ന് വെച്ചാൽ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എന്നാലും കേക്ക് എന്ന് പറയുമ്പോൾ ഒരു സ്പോഞ്ചി ആയിട്ടുള്ള ആ ഒരു ഇതല്ലേ, ടെക്സ്ചറല്ലേ വേണ്ടേ. പക്ഷെ ഇത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അത് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പം ഇത് നല്ലോണം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതും നമ്മൾ ഇതിലിപ്പോൾ മറ്റേ ബാറ്ററി സെയിം മറ്റേതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. മീൻസ് ആദ്യം ഉണ്ടാക്കിയ പോലെ തന്നെ അതിലേക്ക് നമുക്ക് കൊക്കോ പൗഡറൊക്കെ ആഡ് ചെയ്തെന്നുള്ളൂ. ഞാൻ വീണ്ടും ഇടാണ്, ലാഗിങ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇടാൻ. നമ്മൾ ആ സെയിം പാത്രം തന്നെ, ആ പാത്രത്തിൽ വീണ്ടും ഞാൻ മറ്റേ ഓയിൽ പറ്റിയിട്ടുള്ള പേപ്പർ വെച്ചു. അതുപോലെ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള ആ കേക്ക് ബാറ്ററി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതുപോലെ നമ്മൾ ഇതും കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഒരു 40 മിനിറ്റ് രണ്ടും, ആദ്യത്തെ കേക്ക് വെച്ചത് 40 മിനിറ്റ് വെക്കുക, പിന്നത്തെ കേക്ക് 40 മിനിറ്റ്, 40 അല്ലെങ്കിൽ 45 മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കേക്ക് കേട്ടോ. ഇതിൻ്റെ ഒരു വേവ് കൂടിയത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. ഇത് ഞാൻ ഇനി ലെയറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതായത് 2 കേക്ക് ഞാൻ 2 ഇതാക്കുന്നുണ്ട്, ലെയറാക്കുന്നുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കണ്ടില്ലേ, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അതിൻ്റെ ആ ഒരു സ്പോഞ്ചി ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചർ പോയിട്ടുണ്ട്. വേവ് കൂടിയതിൻ്റെ പ്രശ്നമാണ് അത്. അപ്പം എന്നാലും ഞാൻ തളരില്ല. അപ്പം ഞാൻ ക്രീമിൻ്റെ കാര്യം പറയാൻ വന്നത് വേറെ ഒന്നുമില്ല. ക്രീം ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. അതായത് ആദ്യമായിട്ടാണ് ഞാൻ ജീവിതത്തിൽ ക്രീം കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് പാളിപ്പോയതാണ്. എന്നാലും കുഴപ്പമില്ല. ആരുടെയും ഫസ്റ്റത്തെ ക്രീം കേക്കൊക്കെ അത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് അപൂർവങ്ങളായിട്ടുള്ളൂ അല്ലേ. അപ്പം ക്രീം ഇതായിരുന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്രീം വാങ്ങിച്ചു. അപ്പം വിപ്പിംഗ് ക്രീം വാങ്ങാൻ പറഞ്ഞു എൻ്റെ അനിയൻ്റെ അടുത്ത്. അപ്പോൾ അവൻ വാങ്ങിച്ചിട്ട് വന്നത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം അപ്പോൾ ചെറിയൊരു പാക്കറ്റാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ എനിക്കറിയില്ല ഇതിന് എന്തോരം വേണം, അതായത് കേക്കിന് എന്തോരം ക്രീം വേണമെന്നൊന്നും എനിക്കറിയണ്ടായില്ല. അപ്പം ഇത് ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ഇതാക്കി ക്രീമാക്കി. പക്ഷെ അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര വിഷമമായിപ്പോയി. ഇപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ ക്രീം പറ്റിയിട്ട് നമ്മൾ മറ്റേ ചോക്ലേറ്റിൻ്റെ കേക്ക് അത് കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. അത് പിന്നെയും കുറച്ചും കൂടി ഇതായിരുന്നു. പക്ഷെ മറ്റേ കേക്ക് ഭയങ്കരമായിട്ട് വെന്തുപോയി. അതിന് ഓരോ ലെയറായിട്ട് നമ്മൾ ക്രീം പറ്റി വെച്ചേക്കാണ്. ഇപ്പം മുകളിലത്തെ ലെയറും പറ്റാണ്. ക്രീം കുറവായതുകൊണ്ടാണ് നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. കാരണം ഞാൻ ഫുൾ കേക്ക് വൈറ്റ് ആക്കി, മീൻസ് ഫുൾ കേക്ക് ക്രീം വെച്ച് പൊതിയാന്നൊക്കെ വിചാരിച്ചതായിരുന്നു. കണ്ടില്ലേ. അപ്പം ഞാൻ മുകളിൽ ഇത്തിരി കൊക്കോ പൗഡർ വിതറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ ഞാൻ ജെംസിൻ്റെ മിഠായില്ലേ അത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോഴൊക്കെ രസമുണ്ട്, ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വേവ് കൂടി പോയ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഫസ്റ്റ് ട്രയൽ. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന്. ഉള്ളിലെ അവസ്ഥ മീൻസ് ഞാൻ ലെയറൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ, അത് കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരും എന്തായാലും. കാരണം ഞാൻ എൻ്റെ കുറേ സമയത്ത് എൻ്റെ ഒരു പരിശ്രമമായിരുന്നു ഈ ഒരു കേക്ക്. ഞാൻ കുറേയൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. എന്നാലും കുഴപ്പമില്ലാണ്ടൊക്കെ വന്നു. ആ വേവ് മാത്രം എന്നെ ചതിച്ചു. കണ്ടില്ലേ, നല്ല രസത്തിലൊക്കെ കിട്ടി, നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വേവ് പ്രശ്നം, പിന്നെ ക്രീം കുറഞ്ഞു പോയി, അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സൂപ്പർ കേക്കായിരുന്നു കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക്. ഓക്കെ. കണ്ടില്ലേ എന്താണ് എന്റെ കേക്കിന് പറ്റിയ ആ ഒരു ചെറിയൊരു വേവ് കൂടുതലിന്റെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ടേസ്റ്റ് സൂപ്പർ ആയിരുന്നു. അവസാനം ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ കുഴപ്പമില്ല, നല്ല ഭംഗിയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കഴിച്ചപ്പോഴും ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പൊ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പക്ഷെ ഇത് വേവ് ശരിയായിരുന്നുണ്ടെങ്കിൽ ഒരു കിഡിലായിട്ടുള്ള കേക്ക് ആയിരുന്നു. പക്ഷെ ടേസ്റ്റ് ഒക്കെ സൂപ്പറാണ്. പക്ഷെ ആ ഒരു വേവിന്റെ പ്രശ്നം, പക്ഷെ കേക്ക് എന്ന് പറയുമ്പോൾ സ്പോഞ്ചി പോലെ ഇരിക്കണ്ടേ, ആ ഒരു പ്രശ്നമാണ് കേട്ടോ ഉണ്ടായത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. ചെറിയൊരു പാളിച്ച പറ്റിയ ഒരു വീഡിയോ ആണ്. അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. പിന്നെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ വേറൊരു കിടലിലേക്ക് കാച്ച വീഡിയോ ഞാൻ വീണ്ടും വെറുതായിരിക്കും. സ്റ്റേ ട്യൂൺ ഓൺ മൈ ചാനൽ തോന്നിയാസം. ടാറ്റ ബൈ ബൈ, സീ യു.